ഹായ് എവ്രി വൺ. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ അഭിപ്രായങ്ങളെ കമൻറ്റുകളായിട്ടും ലൈക്കുകളായിട്ടും ഷെയറുകളായിട്ടും ഒക്കെ നമ്മളത് പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ ഇമോഷൻസും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ആസ്ട്രോ ടർഫിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത എന്നാൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ആസ്ട്രോ ടർഫിംഗ്. എങ്ങനെയാണ് നമ്മളുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ചിന്തകളെ ഇവർ വഞ്ചിക്കുന്നത് അല്ലെങ്കിൽ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ആസ്ട്രോ ടർഫിംഗ് എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്നുള്ളതും അത്തരം വീഡിയോകളിൽ നിന്നും അല്ലെങ്കിൽ അത്തരം കമൻറ്റുകളിൽ നിന്നും അത്തരം ഇൻഫ്ലുവൻസുകളിൽ നിന്നും എങ്ങനെ മാറി നിൽക്കാം എന്നുള്ളതും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം വിത്ത് എവിഡൻസ് ആണ് നമ്മുടെ 24 ന്യൂസ് ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കമൻറ്റുകളുടെ ബേസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ മറ്റ് കമൻറ്റുകളെല്ലാം നോക്കിയിട്ട് അതെല്ലാം ആസ്ട്രോ ടർഫിങ്ങിന് വിധേയമാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. ആസ്ട്രോ ടർഫിംഗ് എന്ന് പറയും. അപ്പം ഈ ആസ്ട്രോ ടർഫിംഗ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് മുമ്പ് ഞാൻ 24 ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു വാർത്ത കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാർത്ത നോക്കുന്ന സമയത്ത് ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ജന്തർ മന്തർ വിദ്യാർത്ഥി സമരം അട്ടിമറിക്കാൻ ISI ശ്രമം 8 പേര് പിടിയിലായി എന്നാണ് ഈ ഒരു വാർത്ത വരുന്നത്. അപ്പോൾ ഈ വാർത്തയുടെ ഒരു തലക്കെട്ട് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ വാർത്ത കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വാർത്തയിലും ആ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ജന്തർ മന്തറിൽ നടന്നിട്ടുള്ള നീറ്റ് സമരം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പേപ്പർ ലീക്കുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു സമരമായിരുന്നു. അപ്പോൾ അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ തീവ്രവാദികളുടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായിട്ടുള്ള ISIയുടെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 8 പേര് പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്തയുടെ കോണ്ടെക്സ്റ്റ് എന്താണ്? കാരണം ഈ പറയുന്ന ജന്തർ മന്തർ സമരം എന്ന് പറയുന്നത് നമ്മുടെ റൂളിംഗ് പാർട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ റൂളിംഗ് ഗവൺമെൻറ്റിന് എതിരായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ തീവ്രവാദികളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാൻ ചാര സംഘടന ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വിദ്യാർത്ഥി സമരത്തിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് തീവ്രവാദികളാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വിദ്യാർത്ഥി സമരത്തിനെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് ആരുടെ ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ഈ വാർത്തയിലും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാർത്തയെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഇടുന്ന കമൻറ്റുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കമൻ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഓരോ കമൻറ്റുകൾ വരുന്ന സമയത്തും അവിടെ ഈ കമൻ്റ് ഇട്ടിരിക്കുന്ന ആളുകളുടെ പേരുകളും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ടൈം എപ്പോഴാണ് എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഒരു 2 മണിക്കൂർ മുമ്പാണ് ഈ ഒരു കമൻറ്റ് വരുന്നത്. മാപ്രകൾക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഏകദേശം 380ഓളം ലൈക്ക് ഈ ഒരൊറ്റ കമൻറ്റിന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ സിമിലർ ആയിട്ട് അടുത്ത കമൻറ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അതുപോലെ തന്നെ 2 മണിക്കൂർ മുമ്പ് തന്നെയാണ് ഈ ഒരു കമൻറ്റ് വരുന്നത്. അടുത്തത് 24 ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. 2 മണിക്കൂർ മുമ്പ് തന്നെയാണ് അതേ കമൻറ്റ് വരുന്നത്. അടുത്തത് മാപ്രകൾ പിന്തുണച്ച കലാപ ശ്രമത്തെ ഇങ്ങനെ പൊളിച്ചെടുക്കരുത്, 2 മണിക്കൂർ മുമ്പ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിന് താഴെ വന്നിരിക്കുന്ന ഇത്രയേറെ കമൻറ്റുകളുണ്ട്. ഈ കമൻറ്റുകൾ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന വിഷയവുമായിട്ടാണോ ബന്ധപ്പെട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജന്തർ മന്തറിലെ വിദ്യാർത്ഥി സമരം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഈ എന്താണ് പാകിസ്ഥാൻ ഈ പറയുന്ന ജന്തർ മന്തർ സമരം അട്ടിമറിക്കേണ്ട ആവശ്യം? ഓക്കെ, തീർച്ചയായിട്ടും പാകിസ്ഥാൻ തീവ്രവാദികൾ ഒരുപക്ഷെ അവർ സ്പോൺസർ ചെയ്യല്ലേ വേണ്ടത്. പാകിസ്ഥാൻ തീവ്രവാദികൾ ജന്തർ മന്തർ സമരത്തിന് സ്പോൺസർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ജന്തർ മന്തർ സമരം അല്ലെങ്കിൽ ക്രോക്രോച്ച് പാർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന പാറ്റകളെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ എഗെയിൻസ്റ്റ് ആണ് ഈ പറയുന്ന സമരത്തിന് എതിരാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ ഇത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, ആ രൂപത്തിലേക്കാണ് ഇതിന് വേണ്ട കമൻറ്റ് വേണ്ടത്. പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന കമൻറ്റുകളുടെ മുഴുവൻ പൊതു സ്വഭാവം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ എന്ത് പറയുന്നു മലയാളി മാപ്രകൾ, എല്ലാം 2 മണിക്കൂർ മുമ്പ് തന്നെയാണ് വരുന്നത്. ചുമ്മാതൊന്നും ഇത്തരം പരിപാടികൾ എവിടെയും നടക്കില്ല. വീണ്ടും 2 മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ കമൻറ്റുകളും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത്, ഞങ്ങൾ വിശ്വസിക്കില്ല, മുക്കാൽ വൺ പറയണം കേരള ഹമൂസ് അനുകൂലികൾ എന്നുള്ള രൂപത്തിലേക്ക് 2 മണിക്കൂർ മുമ്പ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ 100% ഉറപ്പ്, കർഷക സമരവും ISI ഖാലിസ്ഥാൻ തീവ്രവാദികൾ കാനഡയിൽ നിന്ന് സ്പോൺസർ ചെയ്തതാണ്. അപ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇത്തരം കമൻറ്റുകൾ വരുന്നുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ആസ്ട്രോ ടർഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം.
എന്താണ് ഈ പറയുന്ന ആസ്ട്രോ ടർഫിംഗ് എന്ന് പറയുന്നത്? കാരണം നമ്മളെല്ലാവരും പലപ്പോഴും ഇത്തരത്തിലുള്ള മീഡിയ വാർത്തകളൊക്കെ കാണുന്ന സമയത്ത് അതിലെ കമൻറ്റുകൾ വായിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുബോധം, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയം നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പൊതുബോധം നമ്മൾ മനസ്സിലാക്കുന്നത് കമൻറ്റ്സ് നോക്കിയിട്ടാണ്. അല്ലേ? നിങ്ങളൊരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ കമൻറ്റ് സെഷൻസ് എടുത്ത് നോക്കും. ആ കമൻറ്റ് സെഷനിൽ പൊതുവായിട്ട് വരുന്ന ഒരു വികാരം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം ഏതൊരു വീഡിയോ വരുന്ന സമയത്തും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആ കമൻറ്റ് സെഷനിൽ അവിടെ ഒരു പൊതുവികാരത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ആസ്ട്രോ ടർഫിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആസ്ട്രോ ടർഫിംഗ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് മാസ്കിംഗ് the sponsors of a message or organization to make it appear as though it originated from and is supported by grassroots participant. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു മാസീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആയിരിക്കും. ആർക്കോ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഐഡിയ, ഒരു കൺസെപ്റ്റ്, ഒരു പ്രത്യേകമായിട്ടുള്ള തോട്ട് എവിടെയെങ്കിലും സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യം നടപ്പാക്കുന്നതിന് ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ബോട്ടുകൾ ജനറേറ്റ് ചെയ്യും. ഓക്കെ, കമൻറ്റ് ബോട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ കമൻറ്റ് ബോട്ടുകൾക്ക് ചില പ്രത്യേകമായിട്ടുള്ള സ്വഭാവം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അതാണ് നിങ്ങളോട് അടുത്ത് പറഞ്ഞത്, ആ കമൻറ്റുകളുടെ സ്വഭാവം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തെല്ലാം മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് ട്രോൾ ഫാമുകൾ, അതല്ലെങ്കിൽ ബോട്ട് നെറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോട്ട് നെറ്റ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരുപാട് മെസ്സേജുകൾ കണ്ടിന്യൂസ് ആയിട്ട് സ്പാം ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ബോട്ട് നെറ്റുകൾ സാധാരണയായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ആ ഒരു മെസ്സേജിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളതാണ്. അതായത് ഹൗ ടു ഐഡൻറ്റിഫൈ ആസ്ട്രോ ടർഫിംഗ്. ഓക്കെ, അപ്പോൾ ആസ്ട്രോ ടർഫിങ്ങിനെ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഒന്നാമത്തത് ഐഡൻറ്റിക്കൽ ഫ്രേസിംഗ് ആണ്. അതായത് എല്ലാ കമൻറ്റുകൾക്കും ഒരു പൊതുവായിട്ടുള്ള ഫ്രേസ് അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ഒരേ രീതിയിലേക്കുള്ള കമൻറ്റുകൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് സെയിം സെൻറ്റൻസുകളായിരിക്കും. ഓക്കെ, സെയിം സെൻറ്റൻസുകളായിരിക്കും. അതുപോലെ തന്നെ പങ്ക്ച്വേഷൻസ്, ഒരേപോലെയുള്ള എററുകൾ, ഹൈപ്പർ സ്പേസിങ്, അതുപോലെ തന്നെ ടോക്കിംഗ് പോയിന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള കണ്ടന്റ് ഒരേ കാര്യങ്ങൾ, ഒരേ കമൻറ്റുകൾ, ഒരേ വിഷയം വീണ്ടും 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 ആളുകൾ പോസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും സ്പോൺസർ അല്ലെങ്കിൽ ഒരേപോലെ തന്നെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് വായിക്കുന്ന കമൻറ്റ്സ് വായിക്കുന്ന ആളുകളുടേക്ക് അവരറിയാതെ ഇത്തരത്തിലുള്ള ഒരു സെൻറ്റിമെൻറ്റ് അവിടെ ജനറേറ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് ജനറിക് പ്രൈസ് ഓർ ക്രിറ്റിസിസം. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട വീഡിയോയിൽ നിങ്ങൾക്കറിയാം ഈ പറയുന്ന ന്യൂസുകളെ മുഴുവൻ ക്രിട്ടിസൈസ് ചെയ്യുന്ന രൂപത്തിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന മാധ്യമങ്ങൾ, ഈ പറയുന്ന 24 ന്യൂസ്, റിപ്പോർട്ടർ TV അടക്കമുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് CJP സമരത്തിനെ അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ആ മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിന് കൃത്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന രൂപത്തിലേക്കാണ് ഇതിൽ വന്നിട്ടുള്ള എല്ലാ കമൻറ്റുകളും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ബഹുഭൂരിഭാഗം കമൻറ്റുകളും ആ ഒരു ടോണിലാണ് വരുന്നത്. പക്ഷേ ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ISI സപ്പോർട്ട്, പാകിസ്ഥാൻ്റെ സപ്പോർട്ട് ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ അതിന് നേരെ വിരുദ്ധമായിട്ടാണ് വരുന്നത്. അടുത്തത് ഇറലവൻറ്റ് പിവറ്റ് ആണ്. ഇറലവൻറ്റ് പിവറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും വരുന്നത്. ഓക്കെ, ഫോഴ്സിങ് സ്പെസിഫിക് പൊളിറ്റിക്കൽ, കോർപ്പറേറ്റ് ഓർ സോഷ്യൽ നരേറ്റീവ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു സോഷ്യൽ നരേറ്റീവ് എന്താണ്? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഫണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യമാണ്. പക്ഷേ ആ വാർത്തയുമായിട്ട് ഒരു ബന്ധവുമില്ല. ആ വാർത്തയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യത്തിൽ പക്ഷേ ആ കമൻറ്റ് സെഷനിലൂടെ അവർ നൽകുന്നത് എന്താണ്? കണ്ടിന്യൂസ്ലി ഒരേ രൂപത്തിലേക്കുള്ള കമൻറ്റ് ഇടുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭീകരവാദികളിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടോ ഫോറിൻ ആയിട്ടുള്ള ഫണ്ടുകൾ ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികളെ അല്ലെങ്കിൽ സമരത്തിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്നുള്ള രൂപത്തിലേക്കാണ് ഈ വീഡിയോസ് എല്ലാം, അല്ലെങ്കിൽ അതിൽ ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന എല്ലാ കമൻറ്റുകളും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ പുവർ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഗ്രാമർ ആയിരിക്കും. കാരണം ഈ പറയുന്ന പോലെ മാസീവായിട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിലുള്ള എല്ലാ ചാനലുകളിലും അല്ലെങ്കിൽ എല്ലാ വീഡിയോസിലും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റേഴ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മീഡിയാസോ ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വളരെ പൂറായിരിക്കും. നമ്മൾ ആലോചിക്കും, ഇങ്ങനെ ഒരു മലയാളി കമൻറ്റ് ചെയ്യുമോ എന്ന് നമ്മൾ ആലോചിക്കും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പല ആളുകളും മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് ഇടാറുണ്ട്, അല്ലെ? റെസ്പോൺസുകൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് ഇടാറുണ്ട്. പക്ഷേ ഇതിൽ വന്നിട്ടുള്ള എല്ലാ കമൻറ്റുകളും പൂർണ്ണമായിട്ടും മലയാളത്തിൽ തന്നെയാണ്. അപ്പോൾ മലയാളികളാണെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കാത്ത തരത്തിലുള്ള ഗ്രാമർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പുവർ ട്രാൻസ്ലേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ അൺനാച്ചുറൽ വെലോസിറ്റി എന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടായിരിക്കും ഒരേ രൂപത്തിലുള്ള കമൻറ്റുകൾ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ സമയം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. 2 മണിക്കൂർ മുൻപ് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ വന്ന് ആ ഒരു വീഡിയോ വരുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി അതിന് താഴെയുള്ള എല്ലാ കമൻറ്റുകളും അതേ ഒരു ടോണിലായിരിക്കും വരുന്നത്. അത് കുറച്ച് കമൻറ്റുകളൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു 600, 700 ഒക്കെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 20,000 പേര് മാത്രം കണ്ട ഒരു വീഡിയോയ്ക്ക് താഴെ 600, 700 കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതും ഒരേ ടോണിലുള്ള കമൻറ്റുകൾ. അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ വിഷയമൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം റീസെൻ്റ്ലി ഇപ്പോൾ നമ്മുടെ ചീഫ് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്നു. ഓക്കെ, അനൗചിത്യപരമായിട്ടുള്ള ചീഫ് മിനിസ്റ്ററുടെ പെരുമാറ്റവും അതിന് തുടർന്നുകൊണ്ടുണ്ടായിരുന്ന ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കോൺട്രവേഴ്സികളുടെ താഴെയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ രാഷ്ട്രീയ
വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ആളുകൾ തമ്മിൽ പരസ്പരം അവർ കമൻറ്റ് സെഷനിലൂടെ ഏറ്റുമുട്ടുന്നത് സ്വാഭാവികമാണ്. അവിടെ ഒരുപാട് കമൻറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ അങ്ങനത്തെ ഒരാവശ്യവും വരുന്നില്ല. പക്ഷേ ആ ഒരു വീഡിയോയ്ക്ക് താഴെ അൺനാച്ചുറൽ വെലോസിറ്റി വളരെ പെട്ടെന്ന് ഒരുപാട് കമൻറ്റുകൾ വീഡിയോയ്ക്ക് താഴെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ടോപ്പ് കമൻറ്റ് മാനിപ്പുലേഷൻ, ഏറ്റവും മുകളിൽ വരുന്ന കമൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കമൻറ്റിന്, അതായത് ഏത് ടോണിലാണോ അതിൽ ടോട്ടൽ കമൻറ്റുകൾ വരുന്നത് അതേ ടോണിൽ വരുന്ന ഒരു കമൻറ്റിന് ഒരുപാട് ലൈക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസുകൾ കിട്ടിയിട്ട് അത് ഏറ്റവും ടോപ്പിൽ വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതാണ് പറയുന്നത് സസ്പീഷ്യസ് കമൻറ്റ് ഗെയിനിങ് ഹൺഡ്രഡ്സ് ഓഫ് ലൈക്സ്. അത് നമ്മൾ ആദ്യത്തെ കമൻറ്റിൽ തന്നെ കണ്ടു. മാപ്രകൾക്ക് എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് കമൻറ്റിൽ തന്നെ ഏകദേശം 300-ലധികം ലൈക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ റെപ്പിറ്റേറ്റീവ് കോപ്പി പേസ്റ്റിംഗ് ആണ്. സെയിം കണ്ടൻറ്റുകൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അതേ കണ്ടൻറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നത്, അതും നമ്മൾ ആ ഒരു കമൻറ്റ് സെഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്തത് നോ നെയിം ടെംപ്ലേറ്റ്. ഈ കമൻറ്റ് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേര് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു രൂപത്തിലേക്കായിരിക്കും. ഒരു എക്സാക്റ്റ് പേരായിരിക്കില്ല. ആ പേര് നിങ്ങൾ വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു മലയാളിയുടെ പേരേ ആയിരിക്കില്ല. ഓക്കെ, ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള ആളുകളുടെ ഏതെങ്കിലും ഇതുപോലെയുള്ള ഒരു അൺനോൺ ആയിട്ടുള്ള പേരുകളായിരിക്കും അത്തരത്തിലുള്ള കമൻറ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ മാസ് ക്രിയേഷൻ ഡേറ്റ്, ഈ പറയുന്ന എല്ലാ അക്കൗണ്ടുകളും നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഒരേ സമയത്ത് ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ empty ചാനൽസ് ആയിരിക്കും. ആ ചാനലിൽ പോയി കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് കണ്ടൻറ്റുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ആസ്ട്രോ ടർഫിങ്ങിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വീഡിയോയ്ക്ക് താഴെ പോയിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന്, നിങ്ങൾ ഈ പറയുന്ന പോലെ ടൈമിൽ അല്ലെങ്കിൽ ആ ടൈമിംഗ് ഒന്ന് ശ്രദ്ധിക്കുക. 2 മണിക്കൂർ മുൻപാണ് ഈ വീഡിയോസ് എല്ലാം അല്ലെങ്കിൽ ഈ കമൻറ്റ്സ് എല്ലാം ഈ വീഡിയോയ്ക്ക് താഴെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഒക്കെയല്ലേ സപ്പോർട്ട് ചെയ്തത് മാപ്ര, അതായത് സെയിം കണ്ടൻറ്റുകൾ തന്നെയാണ് വരുന്നത്. ഈ യൂസിലോ ടേമിലോ അല്ലെങ്കിൽ ടോണിലോ ഒന്നും അങ്ങനെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ 2 മണിക്കൂർ മുമ്പാണ് ഇത് വരുന്നത്. മാപ്രകളെ ആദ്യം ചോദ്യം ചെയ്യണം. 2 മണിക്കൂർ മുമ്പ് നിങ്ങൾ ഇതേപോലെ പേരുകളും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് എവിഡൻ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിലെ ചില കമൻസുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ഈ വീഡിയോയുടെ സൈഡിലായിട്ട് ഞാനത് പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരേ അക്കൗണ്ടിൽ നിന്ന് അതിൽ നമ്പർ മാത്രം മാറ്റിക്കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള കമൻറ്റുകൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതായത് ഞാൻ പറയുന്നത് ഒരേ ടോണിലുള്ളതായിരിക്കും. ചിലപ്പോൾ അതിലെ വേർഡിങ്സിൽ മാറ്റം ഉണ്ടായിരിക്കും. പക്ഷേ ആ കമൻറ്റുകളുടെ എല്ലാം തന്നെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരേ രൂപത്തിലേക്കായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മാക്രോ ഗെയിമിംഗ് GCR7 എന്ന് പറയുന്ന ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ അവിടെ പറയുന്നത് എന്താണ്, 24 ഫണ്ട് വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ പേര് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, മാക്രോ ഗെയിമിംഗ് GCR7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമാനമായിട്ട് മറ്റൊരു പേരിൽ നിങ്ങൾക്ക് ഇവിടെ വേറൊരു കമൻറ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതും വായിച്ച് നോക്കുക. മാക്രോ ഗെയിമിംഗ് YT007 യൂസ് ചെയ്തിരിക്കുന്ന 7 പോലും അതുപോലെ തന്നെ വരുന്നുണ്ട്. 24ൻ്റെ ഗൂഗിൾ പേ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഈ രൂപത്തിലേക്ക് ഒരേ അക്കൗണ്ടുകളിൽ നിന്ന് തന്നെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകൾ ഇടുക എന്ന് പറയുന്നതിനാണ് നമ്മൾ ആസ്ട്രോ ടർഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ പ്രത്യേകം നിങ്ങളൊരു നിഷ്പക്ഷമായിട്ട് ഇരുന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ആസ്ട്രോ ടർഫിംഗ് ആ വീഡിയോയ്ക്ക് താഴെ സംഭവിക്കുന്നുണ്ടോ? ഇത് ഇത്തരത്തിലുള്ള ന്യൂസുകൾക്ക് മാത്രമല്ല, കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങൾക്ക് കീഴിലായി കഴിഞ്ഞാലും, ഇനി അതല്ലെങ്കിൽ ഈവൻ നമ്മുടെ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങൾ പോലും മാനിപ്പുലേറ്റ് ചെയ്യുന്നു, കുട്ടികളുടെ സെൻറ്റിമെൻറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആസ്ട്രോ ടർഫിങ്ങുകൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ടേം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അറിയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ രൂപത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചില വീഡിയോസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോൺട്രവേഴ്ഷ്യൽ വിഷയങ്ങളിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം പറയുന്നതിന് മുൻപ് ആ കമൻറ്റുകളെല്ലാം ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ആളുകളാണ്, ഇമോഷണൽ സെൻറ്റിമെൻറ്റിൽ വീണ് പോകുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ കണ്ടിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യാനും അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾക്ക് റീച്ച് കൊടുക്കാനും ഒക്കെ ആയിട്ട് ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു അഭിപ്രായം രൂപീകരിക്കുന്നതിന് മുൻപ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന, കാരണം നമ്മളൊന്നും വിചാരിക്കാത്ത അത്രയും രീതിയിലാണ് പല കാര്യങ്ങളും ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് അവെയർ ആയിരിക്കണം. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയെല്ലാം ആളുകൾ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, 24ൻ്റെ ന്യൂസ് ചാനലിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അധിക സമയമൊന്നും ആയിട്ടില്ല, 4 മണിക്കൂർ മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക.
ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് താഴെ ഇരിക്കുന്ന കമൻറ്റ് പോലെ ഒരു കമൻറ്റ് നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇടുമോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ആ വീഡിയോ മുഴുവൻ കണ്ടു നോക്കിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് സെക്ഷനിലൂടെ എഴുതി അറിയിക്കാവുന്നതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി മുതൽ ഇത്തരത്തിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെയുള്ള മാനിപ്പുലേഷനിലേക്ക് പോയിട്ട് ചാടാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇത്തരത്തിലുള്ള ആസ്ട്രോ ടർഫിങ് സോഷ്യൽ മീഡിയകളിൽ എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ജസ്റ്റ് കമൻറ്റുകൾ മാത്രം നോക്കിയിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താതെ നിങ്ങളുടേതായിട്ടുള്ള യുക്തിപരമായിട്ടുള്ള നിങ്ങളുടെ ചിന്തകളെ, നിങ്ങൾക്ക് മുമ്പിലുള്ള വസ്തുതകളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിലേക്ക് പോവുക. അല്ലാതെ ആളുകൾക്ക് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും നിന്ന് കൊടുക്കരുത്. ഓക്കെ, സോ ഇത്രയും കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. കാരണം അതിനുള്ള അവകാശം നമുക്കുണ്ട്. പൊളിറ്റിക്കലി ഒരാൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വുള്ളത് ഒന്നും തെറ്റല്ല. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഫ്രീഡം നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായങ്ങൾ, ഇപ്പോൾ ഞാൻ പോലും ക്ലാസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള ക്രിറ്റിസിസം നടത്താറുണ്ട്. ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം ആയിരിക്കും. അതിപ്പോൾ ഈ പറയുന്ന പോലെ ഭരിക്കുന്ന പാർട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ കൂടുതലായിട്ട് ക്രിറ്റിസിസം ഉണ്ടാവാറുണ്ട്. കാരണം തെറ്റുകൾ ചെയ്യാതിരിക്കുകയും ആ തെറ്റുകൾ തിരുത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ളതല്ല. നമുക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ, കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നതിലൂടെയാണ് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് അറിവുകൾ എത്തുന്നതും അതുപോലെ തന്നെ അതിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നത്. പക്ഷേ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇത്തരത്തിലുള്ള ആസ്ട്രോ ടർഫിംഗ് പോലെയുള്ള മാനിപ്പുലേറ്റീവ് പ്രാക്ടീസുകളിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. സുതാര്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കണം എപ്പോഴും പങ്കുവയ്ക്കപ്പെടേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു കാര്യം അറിയുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിലൂടെയും അല്ലാതെ അറിയിക്കുക. ഇനി ഇത്തരത്തിലുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസസിലേക്ക് ആളുകൾ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഈ പറയുന്ന പോലെ യൂട്യൂബിലെ കമൻറ്റ് സെഷൻസ് ഒക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഞാൻ യൂട്യൂബ് മാത്രമല്ല പറയുന്നത്, നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള പല പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെ കമൻറ്റ് സെഷൻസ് ഒക്കെ കണ്ടിട്ട് ഇത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത് സത്യമല്ല എന്നുള്ളത്. അപ്പോൾ ആസ്ട്രോ ടർഫിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ജെമിനിയോ ചാറ്റ്ജിപിറ്റിയോ ഒക്കെ പോലെയുള്ള ഒരുപാട് സെർച്ച് എഞ്ചിൻസ് അല്ലെങ്കിൽ സഹായത്തിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസിൻ്റെ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആസ്ട്രോ ടർഫിംഗ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, ഒരു ഇൻ്റലിജൻ്റ് ആയിട്ട് റാഷണലായിട്ട് കാര്യങ്ങളെ സമീപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ താങ്ക് യു എവരിവൺ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, യെസ്, സീ യു ഇൻ ദ ക്ലാസ്.